ഹൗ ഡിഡ് ഐ ലേൺ ഇംഗ്ലീഷ്? എൻ്റെ പേര് ഷേഖ എന്നാണ്. ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് വെറും മൂവീസ് കണ്ടിട്ട് മാത്രമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു ബിഗിനർ ട്യൂട്ടോറിയലോ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക ഇങ്ങനെ ഒരു കാര്യവും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ വെറും മൂവീസ് കണ്ട് ആ നോളജ് വെച്ചാണ് ഇംഗ്ലീഷ് പഠിച്ചത്. ആൻഡ് ലെറ്റ് മീ ടെൽ യു ഹൗ. ഞങ്ങൾ കുറേ മൂവീസ് കാണുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ജസ്റ്റ് വാച്ചിങ് എ മൂവി ബട്ട് ഐ എം അനലൈസിങ് ഇറ്റ്. ഞാനൊരു മൂവി കാണുമ്പം ഞാൻ ജസ്റ്റ് ആ മൂവി കാണല്ല ചെയ്യുന്നത്, അവരെന്താണോ സംസാരിക്കുന്നത് അതുപോലെ അവരുടെ ആക്ഷൻസ് ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കും. ലൈക്ക് അവരുടെ ആക്ഷൻസ് നോക്കിയിട്ട് അവരെന്താണ് പറയുന്നതെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കും. സോ ഐ എം ലിസണിങ് ടു ദം. Listening is the number one skill that you need to have in order to learn a language. ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾവി എന്നുള്ളൊരു സാധനം, അതായത് അവരെന്താണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു മൂവി കാണുമ്പം ഞാൻ അവർ പറയുന്നത് ശ്രദ്ധിക്കും, അവരുടെ ആക്ഷൻസ് മാച്ച് ചെയ്യും. ഇവർ ആക്ഷൻസ് മാച്ച് ചെയ്യുമ്പം ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നൃത്തമാടുന്നു എന്ന് പറയുന്നു, അപ്പോൾ ഞാനിങ്ങനെ സിനിമയിൽ ഞാൻ ഇങ്ങനെ ഡാൻസ് കളിച്ചെടുക്കുകയാണ്, ഓ മൈ ഗോഡ് ഷീ ഈസ് ഡാൻസിങ് എന്നൊരാൾ പറയുമ്പം ഒരു കോമൺ സെൻസ് അല്ല എനിക്ക് മനസ്സിലാവും, ഓ അവൾ ഡാൻസിങ്ങിനെ കുറിച്ചാണ് ഒരാൾ പറയുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് വരും. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഹൗ ഐ വാച്ച് മൂവീസ് ആൻഡ് ഐ ലേൺഡ് ഇംഗ്ലീഷ്. ആൻഡ് ഫ്ലുവൻ്റ് ആവുക, മറ്റൊരാൾ സംസാരിക്കുക എന്നുള്ളത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. നമുക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയുന്നുണ്ടാവാം, ചിലപ്പോൾ നമുക്ക് മറ്റൊരാൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പാർട്ട് 2 പറയുന്നുണ്ട്. സോ ഫോളോ മീ. ബൈ ബൈ.